ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്ന ദിവസമാണ്. ഇതുൾപ്പെടെ മതസ്വാതന്ത്ര്യവും സ്ത്രീകളുടെ അവകാശവും സംബന്ധിച്ച മറ്റ് ഹർജികൾ കൂടി വിശാല ബെഞ്ചിന് ഇന്ന് വിടാൻ സാധ്യതയുണ്ട്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് മയപ്പെടുത്തുമെന്ന് സൂചന വരുന്നുണ്ട്. അതാണ് ഇന്നലെ നേതാക്കളിൽ നിന്ന് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് തന്നെ വിഷയത്തിൽ രാഷ്ട്രീയ വാക്പോരും സജീവമായിരിക്കുന്നു. ഈ വിഷയത്തിന്റെ വിവരങ്ങളുമായി പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ ഹർജി വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് ഈ ഒരുപക്ഷെ CPM പിടിച്ചിരിക്കുന്ന ഈ പുലിവാലിന്റെ വിശദാംശങ്ങളുമായി രാഷ്ട്രീയമായി ഇതിനെയൊക്കെ വിശകലനം ചെയ്യാൻ നമുക്കൊപ്പം ഷെവീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നും കൂടി ചേരും. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ആദ്യം ബൽറാമിലേക്ക്. ബൽറാം, ശരിക്കും ഈ സാഹചര്യത്തിൽ തന്നെ ഈ സംഭവം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത് വല്ലാത്തൊരു ഊരാക്കുടുക്കായി പറയും. വെരി ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായും ഇപ്പോഴത്തെ ഒരു സാഹചര്യം തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഹർജികൾ വീണ്ടും പരിഗണിക്കാൻ എടുക്കുന്ന സമയം തന്നെയാണ് ഏറ്റവും നിർണായകം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഒപ്പം തന്നെ മറ്റ് 4 സംസ്ഥാനങ്ങൾ കൂടി തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. കാലങ്ങളായി സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ് ഇന്ന് പരിഗണനയ്ക്കെത്തുന്ന ഈ മതസ്വാതന്ത്ര്യവും സ്ത്രീകളുടെ അവകാശങ്ങളും സംബന്ധിച്ചുള്ള ഹർജികൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്നത് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാർ നേരത്തെ സ്വീകരിച്ച നിലപാട് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് എന്തായാലും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള 3-അംഗ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. 44ാമത്തെ ഐറ്റമായാണ് ഈ ഹർജികൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയോടെ ഈ ഹർജികൾ പരിഗണിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകം ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും വരാനിരിക്കുന്ന 2 കാര്യങ്ങൾ എന്നുള്ളത് പുതിയ 9-അംഗ ബെഞ്ചിനെ രൂപീകരിക്കുക എന്നുള്ളതാണ്. 2019 തന്നെ ഈ ഹർജികൾ 9-അംഗ ബെഞ്ചിന് വിട്ടിരുന്നു. 9-അംഗ ബെഞ്ചിന്റെ പരിഗണനയിലാണ് വിഷയമുള്ളത്. 2020 ഫെബ്രുവരിയിലായിരുന്നു ഏറ്റവും അവസാനം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിച്ചത്. എന്നാൽ അന്നത്തെ 9-അംഗ ബെഞ്ചിൽ നിലവിൽ അവശേഷിക്കുന്ന ഏക അംഗം എന്നുള്ളത് നിലവിലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മാത്രമാണ്. അദ്ദേഹത്തെ കൂടാതെ ഈ ബെഞ്ചിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ പുതിയ ആരെല്ലാം ഉൾപ്പെടും എന്നുള്ള കാര്യത്തിൽ ഇന്ന് വ്യക്തതയുണ്ടാകും. ഒപ്പം തന്നെ ഈ ഹർജികൾ എന്ന് പരിഗണിക്കും എന്നുള്ള തീയതിയും ഇന്ന് തീരുമാനമായേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഏറെ നിർണായകമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പായി ഈ ഹർജികൾ പരിഗണിക്കാൻ തീരുമാനിച്ചാൽ സർക്കാരിന് നിലപാട് സുപ്രീം കോടതിയിൽ അറിയിക്കേണ്ടി വരും. മുൻ നിലപാട് തന്നെ സ്വീകരിക്കുകയാണോ അല്ലെങ്കിൽ പുതിയ ഒരു നിലപാട്, പ്രത്യേകിച്ച് 2018 ഈ വിധി വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചിരുന്നു. തുടർന്നാണ് പല പുനഃപരിശോധനാ ഹർജികളും സുപ്രീം കോടതിയിൽ എത്തുന്ന സാഹചര്യവും ഉണ്ടായത്. ആ നിലപാടിൽ നിന്നും സർക്കാർ മാറ്റം വരുത്തുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം. എന്തായാലും ഹർജികൾ പരിഗണിക്കാനുള്ള പുതിയ തീയതി, പുതിയ ബെഞ്ച് എന്നിവ ഇന്ന് അറിയാൻ കഴിയും. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. ഇനി ഷെവീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷെവീദ്, ശരിക്കും ഒരു വല്ലാത്ത പുലിവാലായി എന്ന് വേണമെങ്കിൽ പറയാം. പറയൂ വിവരങ്ങൾ. SKN ഗുഡ് മോർണിംഗ്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല യുവതീ പ്രവേശനം ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത് വലിയ തരത്തിൽ തലവേദനയാണ്. മാത്രവുമല്ല അതിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുമാണ്. കാരണം പലതരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലവിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. 2016 സംസ്ഥാന സർക്കാരിന്റെ കൂടി താല്പര്യത്തിനനുസരിച്ചായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നവോത്ഥാന പ്രവർത്തനങ്ങളുടെ പേരിൽ ഇക്കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത്. എന്നാൽ ഈ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ നിലപാട് മയപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അതിൽ ഏറ്റവും പ്രധാനം പഴയ നിലപാട് മാറ്റുമോ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മാറാത്തതായി ഒന്നുമില്ല, വിശ്വാസികളുടെ താല്പര്യം ജനാധിപത്യവും സംരക്ഷിക്കണമെന്നുള്ളതായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉറപ്പാണ്. മാത്രമല്ല മറ്റു നേതാക്കളുടെ അടക്കം പ്രതികരണങ്ങൾ, P രാജീവിന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. അവരും ഈ നിലപാട് മയപ്പെടുത്തുന്നു എന്ന തരത്തിൽ തന്നെയാണ് സംസാരിച്ചതും. ഇതിൽ പലതരത്തിലുള്ള സാഹചര്യമുണ്ട്. ഇന്ന് സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നുണ്ടെങ്കിലും ഇന്ന് തന്നെ നിലപാട് അറിയിക്കേണ്ടി വരുമെന്ന് സർക്കാർ കരുതുന്നില്ല. ആഗോള അയ്യപ്പ സംഗമത്തോട് NSS അടക്കമുള്ള സംഘടനകൾ സഹകരിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ സർക്കാർ ആചാര സംരക്ഷണത്തിന് അനുകൂലമായി നിലപാടെടുക്കുമെന്ന വാക്കാലുറപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഇന്നലെ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ അക്കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. അക്കാര്യം തള്ളാതെ ജാഗ്രതയോടുകൂടിയായിരുന്നു എല്ലാ CPM നേതാക്കളുടെയും പ്രതികരണം. ഏതായാലും ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ കുറച്ച് സാവകാശം കിട്ടും, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ കുറച്ച് സാവകാശം കിട്ടുമെന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് CPM-ഉം LDF-ഉം മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ കടുത്ത നിലപാട് CPM-ന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.